എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കണേ. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു പാവം കുട്ടിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ ഒരു പാവം കുട്ടിയെ പറ്റിയിട്ട് പറയുമ്പോൾ ഹാലിളകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കാനായിട്ട് നിൽക്കണം എന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പാവം കുട്ടിയെ പറ്റിയിട്ട് പറയാൻ പോവുകയാണ്. ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് വിടാറായില്ലേ? നിങ്ങൾ എന്തിനാ എന്നും ഇങ്ങനെ പാവം കുട്ടിയുടെ പിന്നാലെ അലയുന്നത്? അതെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെന്നേ. നിങ്ങളെ വല്ല ദ്രോഹവും അവർ ചെയ്യുന്നുണ്ടോ? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കട്ടെ. നയൻതാരയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സണ്ണി ലിയോണിനൊക്കെ ധരിക്കാമെങ്കിൽ ഈ പാവം കുട്ടിക്ക് മാത്രം എന്താണ് ധരിച്ചുകൂടാത്തത് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടാനായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് എളുപ്പമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ കമൻറ്റുകൾ അങ്ങോട്ടേക്ക് തന്നെ ആദ്യമേ പറയുന്നത്. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളാരും കുത്തിയിരുന്ന് കമൻ്റ് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങളിടുന്ന കമൻറ്റ് എന്താണെന്ന് ഞാൻ തന്നെ പറയുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ കുത്തിയിരുന്ന് കമൻ്റ് ഇടുന്നതിൻ്റെ ആ ഒരു സമയദൈർഘ്യവും നിങ്ങളുടെ വിലപ്പെട്ട സമയം വേസ്റ്റാക്കി കളയണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങളിടുന്ന കമൻറ്റ് ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, പാവം കുട്ടിയെ പറ്റിയിട്ട് പറയുമ്പോൾ കേൾക്കാൻ വിഷമമുള്ള പാവപ്പെട്ട കമൻറ്റോളികളൊക്കെ കേൾക്കാനായിട്ട് വരണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പം നമുക്ക് എങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നു ആ ഒരു രീതിയിൽ നമ്മുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ രാവും പകലും പാവം കുട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാവരും വന്ന് പറയുന്നുണ്ടല്ലോ, അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവരെ എന്തിനാണ് ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടല്ലോ ഈ പാവം കുട്ടിയെ പറ്റിയിട്ട്. ഈ ഒരു പാവം കുട്ടി ഈ ഒരു ബിഷപ്പിനെ ഇങ്ങനെ നിരന്തരം അപമാനിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു പരാതിയില്ലേ? എന്താ ബിഷപ്പിനെ എന്താ തവിട് കൊടുത്തു മേടിച്ചതാണോ? ഈ പറയുന്ന ബിഷപ്പിന്റെ അമ്മയ്ക്ക് ബിഷപ്പിനെ പ്രസവിച്ചപ്പോൾ വേദനയൊന്നും ഉണ്ടായിരുന്നില്ലേ? വളർത്താനായിട്ട് ബിഷപ്പിനെ ഒരു ബുദ്ധിമുട്ടും അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ഒരു വൈദികനെ പറയുന്നതിന് മാത്രം നിങ്ങൾക്ക് ഒരു അഭിപ്രായവും പറയാനില്ല എന്നാണോ? അപ്പോൾ എന്തായാലും 10-25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു 30 ലക്ഷം രൂപയ്ക്ക് അകത്തിട്ട് വരുന്ന ഒരു വസ്തു കൊടുത്തിട്ട് ആ ഒരു വസ്തുവിൽ കിടന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പറയുന്ന ബിഷപ്പിനെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പറ്റിയിട്ട് നമ്മളിവിടെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് വേദന തോന്നുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് വല്ലാണ്ട് വേദന തോന്നി ഹാലിളകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണാതിരുന്നാൽ പോരെ. അപ്പോൾ ചിലർ പറയുന്നത് പോലെ കുറ്റവും കുറവും പറഞ്ഞാലേ ഞങ്ങൾക്ക് മതിയാവുമോ എന്നിങ്ങനെ ചോദിക്കുന്ന ആളുകളെടുത്ത് കുറ്റവും കുറവും ഉള്ളത് കൊണ്ടല്ലേ പറയുന്നത്? ഈ പറയുന്ന നിങ്ങളാരും ആരുടെയും കുറ്റവും കുറവും പറയാത്ത ആളുകളാണോ? നിങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെ പോലും കുറ്റം പറയുന്ന ആളുകളല്ലേ? തൊട്ടയൽപകത്തുള്ള ഒരാൾ നല്ലൊരു വസ്ത്രം ധരിച്ചാൽ പോലും നിങ്ങൾക്കൊക്കെ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന ആളുകളല്ലേ? അങ്ങനെയുള്ള നിങ്ങൾക്ക് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പാവം കുട്ടിയെ പറ്റി പറയുമ്പോൾ മാത്രം എന്തിനിത്ര വേദന തോന്നുന്നു? മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവളോട് അസൂയയല്ലേ? ഈ ഒരു പാവം കുട്ടിയോട് നിങ്ങൾക്ക് അസൂയയല്ലേ? നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ട് രസിക്കാത്തതല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളോട് എന്ത് തേങ്ങ കണ്ടിട്ടാണ് നമുക്ക് അസൂയ തോന്നേണ്ടതെന്ന് കൂടി നിങ്ങളൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. ഈ പറയുന്ന പാവം കുട്ടിയുടെ പുരികമായാലും തലമുടിയായാലും സ്കിന്നിൻ്റെ നിറമായാലും ബ്രസ്റ്റ് ആയാലും എല്ലാ സംഗതികളും വച്ചുകെട്ടല്ലേ? അപ്പോൾ ഈ ഒരു വച്ചുകെട്ട് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് ഭയങ്കരമായിട്ടുള്ള കുശുമ്പും അസൂയയൊക്കെ തോന്നുന്നത്? അപ്പോൾ പലരും എന്നോട് പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, തലമുടിയില്ല, എനിക്ക് തലമുടിയില്ല, ഞാൻ മൊട്ടച്ചിയാണ് എന്ന് പറയുന്ന ആളുകളോട് ഞാൻ മൊട്ടച്ചിയാണെങ്കിൽ പോലും എനിക്കുള്ള തലമുടി അത് ഒറിജിനലാണ്. വെറുതെ തലമുടിയൊന്നും ഫിറ്റ് ചെയ്ത് അഡീഷണലായിട്ട് വച്ചിട്ടൊന്നുമില്ല. പിന്നെ തീരെ തലമുടി ഇല്ലാത്ത ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ. പിന്നെ പഴനിമലയിൽ പോയിട്ട് എൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട്, എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ മുടി അവിടെ ചെന്ന് ഭഗവാന് സമർപ്പിച്ചതാണ് കേട്ടോ. അറിയാൻ പാടില്ലാത്ത ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് ചിലർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എന്താണ് മത്തങ്ങയിൽ എത്രയുണ്ട് എൻ്റെ മുഖം എന്ന് പറയുന്ന ആളുകളുണ്ട്. മത്തങ്ങയ്ക്ക് കണ്ണും മൂക്കും വായും വെച്ചതുപോലെയാണ് എന്നെ കണ്ടാൽ തോന്നുന്നത് എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് നിരന്തരം അസൂയയാണ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മുഖം എന്താ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കവിളൊക്കെ ഒടിഞ്ഞ് ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല.
അപ്പോൾ ഇത് ഞാൻ ആരെയും ബോഡി ഷേമിങ് ചെയ്യുന്നതല്ല, ഈ കമൻ്റ് ഇടുന്ന ആളുകൾക്കുള്ള ആ ഒരു മറുപടിയാണ്. കാരണം കമൻ്റ് ഇടുന്ന ആളുകൾ നമ്മളുടെ ചാനലിൽ വന്നിട്ട് നമ്മളെ വളരെ മോശമായിട്ട് മത്തങ്ങ മോറി എന്നൊക്കെ വിളിക്കുമ്പോൾ അവർ ആർക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ വിളിക്കുന്നത് ആ ഒരു വ്യക്തിയെയാണ് ഞാൻ ഈ ഒരു ഇതിലൂടെ കാണിച്ചു തന്നത്. അപ്പോൾ എന്തായാലും പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചാനൽ കാണണ്ട. പാവംകുട്ടി 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 എന്ന് പറയുന്നു. ഭർത്താവിൻ്റെ മരണത്തിൽ ഇത്രയധികം ആഘോഷിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. നിങ്ങളിൽ പലരുടെയും സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും ലോകത്തിലെ ആദ്യത്തെ വിധവയാണ് ഈ ഒരു പാവംകുട്ടി എന്ന്. വളരെ കഷ്ടം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് വിധവകളായിട്ടുള്ള. ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞിട്ട് 4-5 കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, അവർ കൂലിപ്പണിക്ക് പോയും ഏതെങ്കിലും തുണിക്കടയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ജോലികളൊക്കെ ചെയ്തും അതിൻ്റെ ഇടയ്ക്ക് കന്നുകാലികളെ വളർത്തിയും അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള സഹോദരിമാർ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ത്രീയെ മാത്രമേ വിധവയായിട്ട് കാണുന്നുള്ളൂ എന്ന് പറയാനായിട്ട് നാണമില്ലേ നിങ്ങൾക്കൊക്കെ എന്നാണ് ചോദിക്കാനുള്ളത്. പിന്നീട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഇവരുടെ ഓരോ വീഡിയോസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഭർത്താവിൻ്റെ മരണം ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഒരു പാവം കുട്ടിയായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞു എന്ന് കരുതിയിട്ട് വെള്ളവസ്ത്രം ധരിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഇത് 2026 ആവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആരും വെള്ളം വസ്ത്രം ധരിച്ചിട്ട് നടക്കുന്ന ഒരു ഇത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ എനിക്ക് 42 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെ ഈ പ്രായത്തിനമ്മച്ച് ആരും വിധവകളായിട്ടുള്ളവർ വെള്ളവസ്ത്രം ധരിച്ച് നടക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്. അപ്പോൾ അതാണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് നടക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഓരോ വ്യക്തികളുടെയും പെരുമാറ്റവും അവർ കാണിക്കുന്ന രീതികളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് സങ്കടമുണ്ടെങ്കിൽ അവർ ഫുൾ ടൈം കരഞ്ഞുകൊണ്ട് നടക്കണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. കരഞ്ഞുകൊണ്ട് നടക്കുകയൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു സ്ത്രീയുടെ ഓരോ രീതികളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ചാൽ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാണ് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലുമല്ല ഇവർ ഒറ്റയ്ക്ക് വഴിവിട്ട് വന്ന ഒരു സ്ത്രീയേ അല്ല. അതായത് സ്വന്തം ഭർത്താവിൻ്റെ പേര് എടുത്ത് പറഞ്ഞ് അതുമൂലമുള്ള സിമ്പതിയും ആ പറയുന്ന വ്യക്തിയോട് ജനങ്ങൾക്കുള്ള ആ ഒരു സ്നേഹവും മമതയും കൊണ്ട് അതിലൂടെ വന്ന ജനങ്ങളുടെ സഹതാപം കൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരു ആളാണ് ഈ ഒരു സ്ത്രീനെ ഞാൻ പറയത്തുള്ളൂ. പിന്നീടുള്ള ഇവരുടെ വളർച്ചയെന്ന് പറഞ്ഞാൽ നെഗറ്റീവിലൂടെ ആയിരുന്നു. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പുള്ളിക്കാരത്തിയുടെ കൂടെ നടക്കുന്ന കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ചാനൽസ് ഉണ്ട്. അപ്പോൾ അവരാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരെ കൂടുതലും ഇത്രയധികം നെഗറ്റീവിലൂടെ റീച്ചാക്കി എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി ഒരു ഡ്രസ്സ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, ആ പാവംകുട്ടി ഈ ഡ്രസ്സിന് എത്ര രൂപയാ? അപ്പോൾ പാവംകുട്ടി പറയും, ആ പാവംകുട്ടി ഇത് എവിടെ നിന്ന് മേടിച്ചതാ? അപ്പോൾ പാവംകുട്ടി പറയും, മീഷോയിൽ നിന്ന് മേടിച്ചതാണെന്ന് പറയും. അപ്പോൾ പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് തട്ടുന്നതായിരിക്കും ചിലപ്പോൾ. ആ പാവംകുട്ടി ഈ മീനിന് എത്ര മുള്ളുണ്ട്, ഈ മീനിൻ്റെ മുള്ളിൽ എത്രമാത്രം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് പാവംകുട്ടി? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്ന് ചോദിക്കും. പാവംകുട്ടി ഉത്തരം പറയും. പിന്നീട് ചോദിക്കുന്നത്, ആ പാവംകുട്ടിക്ക് എത്ര വർഷമായി ഈ പല്ലളവി പോയിട്ട്? പാവംകുട്ടിയുടെ പല്ലളവി പോവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ഇങ്ങനെയുള്ള ചോദ്യം ഒരു തവണ വന്ന് പറയും. അങ്ങനെ ഇവരെ നീലം തൊടാതെ അവരെ എങ്ങും നിൽക്കാനും ഇരിക്കാനും സമ്മതിക്കാണ്ട് ഇവരുടെ പിറകെ ക്യാമറയും തൂക്കി നടക്കുന്ന ഈ പറയുന്ന പൊന്നാങ്ങളമാരാണ് ഇവരെ ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതികരിക്കും. അപ്പോൾ പ്രതികരിക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, ഇനി നെഗറ്റീവ് ആണെങ്കിൽ അതിനേക്കാൾ അടിപൊളി എന്ന് പറഞ്ഞിട്ട് ആ നെഗറ്റീവിൽ പിടിച്ച് റീച്ച് ഉണ്ടാക്കി പിന്നീട് ബിഗ് ബോസിലേക്ക് പോയ ആളാണ് ഈ പറയുന്ന പാവംകുട്ടി എന്ന് പറയുന്നത്. പിന്നെ പാവംകുട്ടി ബിഗ് ബോസിൽ പോയെങ്കിലും അവിടെ വലുതായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തലയിൽ കുറച്ച് പേനൊക്കെ പറക്കിക്കൊണ്ടിരുന്നു. പിന്നീട് നിരന്തരം കരഞ്ഞും കാലു പിടിച്ചും പിന്നീട് ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അതൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമാണ്.
അപ്പോൾ ഈ ഒരു പാവംകുട്ടി എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പാവംകുട്ടി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. പാവംകുട്ടി നല്ല ഒന്നാന്തരം എന്താ പറയുന്നത്, വില കൂടിയ ആഡംബര മദ്യമൊക്കെയാണ് പുള്ളിക്കാരത്തി ഉപയോഗിക്കുന്നത്. പുള്ളിക്കാരത്തിക്ക് ആഡംബര മദ്യമാണ് ഇഷ്ടം എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അത് എന്തായാലും ഒന്ന് കേട്ടിട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയും ഇതൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന്. അതുകൊണ്ട് എന്തായാലും പുള്ളിക്കാരത്തിയുടെ മദ്യം കഴിക്കാനുള്ള താല്പര്യത്തെ കുറിച്ചിട്ട് പുള്ളിക്കാരത്തി പറയുന്ന കേട്ടിട്ട് വരാം. അത് ഡാൻസ് കളിച്ച് പാട്ട് പാടും. ഇനി വെള്ളം ഒഴിച്ച് ബാറിൽ ഡാൻസ് കളിച്ചെന്നൊക്കെ കുറെ കമന്റ്സ് ഒക്കെ വന്നു. മെന്റൽ പാർട്ടാവുന്നു അല്ലെ, സെലിബ്രേഷന്റെ പാർട്ടാവുന്നു അല്ലെ, ഒരു ആഘോഷത്തിന്റെ ഭാഗമാവും. ഇപ്പോഴും തന്നെ ചേട്ടനുള്ളപ്പോഴും അങ്ങനെയായിരുന്നു. വീട്ടിൽ എല്ലാവർക്കും അറിയാം. അത് വലിയ സംഭവമൊന്നും അല്ല. അത് സംഭവമായിട്ടും തോന്നുന്നു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, പിന്നെ ഈ ദുബായിലും ബഹറിലൊക്കെ പോയപ്പോ വെള്ളം അടിച്ച് ബാറിൽ ഡാൻസ് കളിച്ചെന്നൊക്കെ കുറെ കമന്റ്സ് ഒക്കെ വന്നു. അപ്പൊ ഞാൻ കഴിച്ചിരുന്നല്ല, കഴിച്ചിട്ടുള്ള റൂമിലാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കുള്ള റൂമിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് കഴിക്കും. അല്ലാതെ വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചൊന്നുമല്ല. ഞാൻ പോയത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്ത് പ്രമോഷൻ, അത് ഡാൻസ് കളിച്ച് പാട്ട് പാടും. ഇനി വെള്ളം അടിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ ഒരു സംഭവം വെള്ളം അടിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെ വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചിട്ടൊന്നുമില്ല. അത് എന്തെങ്കിലും എന്താ പറയാ, അത് ഞാൻ ചെന്നത് തന്നെ ബാർ റെസ്റ്റോറന്റ് പ്രമോഷൻ പാർട്ടിലുണ്ട്. ഇപ്പൊ ബാച്ചിലേഴ്സിന് അവിടെ നമ്മൾ പ്രമോഷന് പോയതാണ്. അപ്പൊ നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഡാൻസ് കളിക്കും, പാട്ട് പാടും. ഇനിയും പോകുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഇനി അങ്ങനെ പാട്ട് പാടും, ഡാൻസ് കളിക്കും. വെള്ളം അടിച്ചിട്ടല്ല. ഈ വെള്ളം അടിക്കുന്നത് രേണു തുറന്നു പറയുന്നു, വല്ലപ്പോഴും ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് രണ്ടെണ്ണം കഴിക്കുന്നു. പക്ഷെ ബാക്കിയുള്ളവർ പറയുന്നില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. സൗന്ദര്യത്തിന് വേണ്ടി ഗ്ലൂട്ടാത്തയോൺ രേണു പറയുന്നു ഞാൻ എടുക്കുന്നുണ്ടെന്ന്, മറ്റുള്ളവർ പറയുന്നില്ല. ഞാൻ പറയുന്നു, ഞാനെല്ലാം അങ്ങനെ ഓപ്പണായിട്ട് പറയുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ എന്നും വെള്ളം അടിച്ച് കിടക്കുമോ അങ്ങനെ ഒന്നും അല്ല. ഞാൻ പറഞ്ഞു കഴിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ വെള്ളം അടിച്ച് നടക്കൊന്നുമില്ല. അത് വൈറ്റ് മാത്രമേ കഴിക്കത്തുള്ളൂ. മാജിക് ഫ്ലേവർ അങ്ങനെ പേരക്ക നല്ല ഒറിജിനൽ പ്ലെയിൻ സാധനം. അവർക്ക് പ്രമോഷൻ. അപ്പൊ പുള്ളിക്കാരത്തി തന്നെ പറയുന്നതെന്ന് വെച്ചാൽ മാജിക് മൂമെന്റ് ആണ് പുള്ളിക്കാരത്തിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് എന്നാണ് പറയുന്നത്. പുള്ളിക്കാരത്തി പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഭർത്താവ് ജീവനോടെ ഇരുന്ന സമയത്ത് തന്നെ ഇവർ ഒരുമിച്ച് മദ്യപിക്കാറുണ്ടായിരുന്നു. ക്രിസ്തുമസിനും അതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷ സമയത്തൊക്കെ ഇവർ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പുള്ളിക്കാരൻ്റെ കൂടെ ഇരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് വരാം. അത് മാത്രമേ ഉള്ളൂ. കഴിക്കത്തില്ല. പണ്ട് സൂചിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴേ കഴിക്കുമായിരുന്നു. ഞങ്ങൾ ക്രിസ്മസിനും, ഞങ്ങൾ ക്രിസ്ത്യൻസ് അല്ലേ, ക്രിസ്മസിനും എല്ലാവരും കുടുംബത്തിന് കസിൻസ് എല്ലാം അവരെല്ലാം ബീർ കഴിക്കും. അല്ലെങ്കിൽ അച്ചായമാരൊക്കെ അതന്നെ. സൂചിച്ചേട്ടനും ഞാനൊക്കെ ബർത്ത്ഡേക്ക് ഇച്ചു ഞാനും സൂചിച്ചേട്ടനും ഒക്കെ എല്ലാവരും ആഘോഷിക്കില്ല. ബീറൊക്കെ പണ്ടൊക്കെ നേരത്തെ കാര്യമാണ്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെ മദ്യപിക്കാറുണ്ടായിരുന്നു. പിന്നീട് ബാർ ഡാൻസറായിട്ട് പോയ ആ ഒരു സമയത്ത് ഇവിടെ വെച്ചിട്ട് പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും ഇടയിലൊന്നും പുള്ളിക്കാരത്തി മദ്യപിക്കാറില്ല. എന്നാൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിൽ വന്നിരുന്നിട്ട് പിന്നീടാണ് മദ്യപിക്കാറുള്ളത് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പിന്നീട് പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മാജിക് മൊമെൻറ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വേറെ ഒരു തരത്തിലുള്ള ലിക്കറും പുള്ളിക്കാരത്തി ഉപയോഗിക്കാറില്ല. പുള്ളിക്കാരത്തി ഓൺലി മാജിക് മൊമെന്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം വന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി എടുത്ത് പറയുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി ബിയർ യൂസ് ചെയ്യുന്ന ആളല്ല, ബിയർ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ലിക്കറേ കഴിക്കത്തുള്ളൂ, അതും മാജിക് മൊമെന്റ് മാത്രം എന്നാണ് ഈ പുള്ളിക്കാരത്തി പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. മറ്റൊന്നുമല്ല, ആ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് ഹസ്ബൻഡിനോടൊപ്പം ഇവർ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ മാജിക് മൊമെന്റ് തന്നെയാണോ ഈ ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്? അതായത് അത്താഴത്തിന് പോലും ഗതിയില്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ മാജിക് മൊമെന്റ് പോലത്തെ ലിക്കറാണോ ഇവർ ആ ഒരു സമയത്തും അടിച്ചുകൊണ്ടിരുന്നത്? ഈ ഒരു വീഡിയോയിൽ ഇവരുടെ ഹസ്ബൻഡിനെ അടുത്തറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. ഈ പറയുന്ന പുള്ളിക്കാരൻ മാജിക് മൊമെന്റ് മാത്രമേ യൂസ് ചെയ്യുകയുള്ളായിരുന്നോ? നമ്മൾ ഇതിനു മുമ്പ് പലരും വന്ന് പറയുന്ന വീഡിയോകൾ പലതും കണ്ടിട്ടുണ്ട്, നമ്മൾ അതിനെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ
പുള്ളിക്കാരന് മദ്യപിക്കാനായിട്ട് പൈസ ഇല്ലെങ്കിൽ പലരുടെ കയ്യിൽ നിന്നും കടം മേടിച്ച് മദ്യപിക്കുന്ന ആളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റിയലായിട്ട് അറിയില്ല, പക്ഷെ പല ആളുകളും അവരവരുടെ അനുഭവത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പുള്ളി കടം മേടിച്ചെങ്കിലും കുടിച്ചിരിക്കുമെന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരത്തെയും അതിൽ പങ്കാളിയായിരുന്നു എന്ന് വേണം കരുതാനായിട്ടുള്ളത്. അപ്പോഴും ഒരു ചോദ്യം മാത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയാവുകയാണ്. നാട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ പണം കടം മേടിച്ചിട്ട് മാജിക് മൊമെന്റ് ആയിരുന്നോ രണ്ടുപേരും അടിച്ചുകൊണ്ടിരുന്നത്? അതേ വല്ല കൂതറ റമ്മോ പട്ടച്ചാരയോ മറ്റോ ആയിരുന്നോ? അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പുള്ളിക്കാരത്തി പറയുന്നത് മുഴുവനും തള്ളാണെന്നുള്ളൊരു കാര്യം. പുള്ളിക്കാരത്തി ബിയർ അടിക്കില്ല എന്ന് പുള്ളിക്കാരത്തി പറയുന്നു, ഓക്കെ, അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ പുള്ളിക്കാരത്തി മാജിക് മൊമെന്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ, ഹസ്ബൻഡിന്റെ കൂടെ ഇരുന്നും പുള്ളിക്കാരത്തി നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, ആ ഒരു സമയത്ത് മാജിക് മൊമെന്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒരു നിവൃത്തിയില്ലാതെ നാട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ പണമൊക്കെ കടം മേടിച്ച് കുടിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ബ്രാൻഡ് മാത്രമേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇരിക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ ഈ തള്ളി മറിച്ചിടുമ്പോൾ ഓരോ തവണയും ഓരോരോ കള്ളങ്ങൾ പറയുമ്പോൾ, ആദ്യം പറയുന്ന കള്ളങ്ങൾ പിന്നീട് പറയുമ്പോൾ മറന്നു പോവും. അത് സ്വാഭാവികം മാത്രമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പിന്നീട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തെ ഈ പറയുന്നത് പോലെ വിദേശത്തേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, പ്രൊമോഷന്റെ ഭാഗമായിട്ടാണല്ലോ പുള്ളിക്കാരത്തി പോകുന്നത്. ആ ഒരു സമയത്ത് അവിടെയെന്ന് വെച്ചിട്ട് പുള്ളിക്കാരത്തി ഇതുപോലെ മദ്യപിക്കാറില്ല. അതായത് ഈ പ്രൊമോഷന്റെ സമയത്ത് പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരത്തി മദ്യപിക്കാറൊന്നുമില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ റൂമിൽ ചെന്നിരുന്നതിന് ശേഷം വരുത്തി കഴിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കൂടിപ്പോയാൽ അധികമൊന്നും ഒരുപാടൊന്നും പുള്ളിക്കാരത്തി കഴിക്കില്ല, 2 പെഗ്ഗൊക്കെ കഴിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ചോദ്യം മാത്രം, എൻ്റെ ഒരു സംശയമാണ് ഇതിൻ്റെ ഇടയിൽ വന്നത്. അതായത് പുള്ളിക്കാരത്തി റൂമിൽ വന്നിട്ട് ഈ മദ്യപിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കിരുന്നാണോ മദ്യപിക്കുന്നത്? ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മദ്യപാനികൾക്ക് മദ്യപിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു കമ്പനി ഇല്ലാണ്ട് പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഇവർ ആരെങ്കിലും അടുത്ത് നിർത്തിയിട്ട് കമ്പനി കൊടുത്താണ് മദ്യപിക്കുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയാനും സാധിക്കില്ല, കാരണം നമുക്കറിയില്ലല്ലോ. പക്ഷേ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ആരുടെയും സാമീപ്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയും കഴിക്കാം, ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എടുത്ത് വിളമ്പി കഴിക്കാനും സാധിക്കും. അതേസമയം മദ്യം എന്ന് പറയുന്ന ഒരു സാധനം കഴിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ കൂടെ ഒരു പങ്കാളിത്തം കൂടി വേണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരത്തേക്ക് കമ്പനി കൊടുക്കുന്നത് ആരാണെന്ന് നമുക്കറിയില്ല. ഇനി ആരുടെയും കമ്പനിയൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് കഴിക്കാനായിരിക്കും ചിലപ്പോൾ ഇഷ്ടം. അപ്പോൾ അത് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ പറയാനായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനി മേലാൽ ഒറ്റ എണ്ണം പാവം കുട്ടി എന്നും പറഞ്ഞിട്ട് എൻ്റെ ചാനലിലോട്ട് ഓടിക്കേറാനായിട്ട് നിൽക്കരുത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ അഷ്ടിക്ക് വകയില്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോളാൻ വയ്യാഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. പിന്നീട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആളുകളും ഉണ്ട്. നമ്മുടെ ഈ കേരളത്തിനകത്തായാലും പുറത്തായാലും പട്ടിണി പാവങ്ങൾക്ക് ഒരു കുറവുമില്ല. നമ്മുടെ രാജ്യം എത്ര വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും, എത്രമാത്രം ഡിജിറ്റൽ ഇന്ത്യയായി മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, പട്ടിണിക്കും ദാരിദ്ര്യത്തിനും മാത്രം ഒരു കുറവും ഇല്ല. ഉള്ളവനുണ്ട്, ഇല്ലാത്തവനില്ല. അത് തന്നെയാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെ മാജിക് മൊമെന്റ് പോലുള്ള വില കൂടിയ മദ്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ഈ ഒരു സ്ത്രീയെ, പാവപ്പെട്ട സ്ത്രീ എന്ന് വന്ന് ഇവിടെ കമന്റ് ഇടുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ, നാണവും മാനവും ഉണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. ഈ പാവത്തിനെ ജീവിക്കാൻ വിടൂ, ഈ പാവത്തിനെ ജീവിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പറയുന്നവരടുത്ത് പറയേണ്ടത്, ഈ പാവം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള വാചകങ്ങളൊക്കെ ഛർദ്ദിച്ച് വെക്കാതിരുന്നാൽ ഇതൊന്നും എടുത്ത് ആരും സംസാരിക്കാനായിട്ട് നിൽക്കില്ല. അതേസമയം ഇതൊക്കെ വന്ന് ഛർദ്ദിച്ചിടുന്നത് കാരണമാണ് മറ്റുള്ളവർ എടുത്തു വെച്ച് പ്രതികരിക്കുന്നത്. അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ്
ഇവരുടെ ഹസ്ബൻഡും ഇവരും കൂടി വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീട് ഒഴിഞ്ഞ സമയത്തിന് ഈ പുള്ളിക്കാരൻ മരണപ്പെട്ടു. പിന്നീട് ഇവർ ആ ഒരു വീട് ഒഴിഞ്ഞു. അപ്പോൾ ഒരു 13,000 രൂപയോളം ആ ഒരു ഹൗസ് ഓണർക്ക് ഇവർ കൊടുക്കാനുണ്ടായിരുന്നു അത്രേ. വയസ്സായ ആ ഒരു മനുഷ്യൻ ഇവരോട് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് പലതവണ വരുന്നു. ഇവർ ആട്ടി ഇറക്കി എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് നമ്മൾ കേട്ടത്. പുഴുത്ത പട്ടിയെ ആട്ടി ഇറക്കുന്നത് പോലെ ആ ഒരു മനുഷ്യനെ ഈ ഒരു പാവം പിടിച്ച സ്ത്രീ ആട്ടി ഇറക്കി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയേറെ പാവം പിടിച്ച സ്ത്രീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 10 സെന്റ് പുരയിടം 30 ലക്ഷം രൂപ വിലമതിക്കുന്ന 10 സെന്റ് പുരയിടം ആ പാവപ്പെട്ട ബിഷപ്പ് ദാനമായിട്ട് തന്നപ്പോൾ ഒരു ഉളുപ്പും ഇല്ലാണ്ട് നിങ്ങളത് സ്വീകരിച്ചു. സ്വാഭാവികമായിട്ട് എനിക്ക് തന്നാലും ഞാനും സ്വീകരിക്കും. പക്ഷേ നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ അത് കൈനീട്ടി മേടിച്ചിട്ട് അതിനുള്ളിൽ കിടന്ന് തിന്നും കുടിച്ചും കഴിഞ്ഞിട്ട് ആ ഒരു മനുഷ്യനെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരം. അപ്പോൾ 13,000 രൂപ ഹൗസ് ഓണർക്ക് കൊടുക്കാനുണ്ടായിട്ട് ഇത്രയധികം ക്യാഷ് ഇപ്പം കയ്യിൽ വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തായാലും ഇത്രയധികം വന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നു. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ആ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു 13,000 രൂപ ഹൗസ് ഓണർക്ക് കൊടുക്കാനുള്ള പൈസ നിങ്ങൾ കൊടുക്കാത്തത്? അതുപോലും കൊടുക്കാത്ത നിങ്ങളാണ് 30 ലക്ഷം രൂപയുടെ വസ്തു ദാനം തന്ന ബിഷപ്പിനെ ഇപ്പോഴും നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ പലരും വന്ന് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ പാവപ്പെട്ട കുട്ടി ഇല്ലെങ്കിൽ റീച്ച് കിട്ടില്ലേ? ഈ പാവപ്പെട്ട കുട്ടിയെ എടുത്ത് സംസാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ പറയാനുള്ളൊരു കാര്യമാണ്, നിങ്ങളിടുന്ന ഓരോ കമൻറ്റുകളും പോസിറ്റീവോ നെഗറ്റീവോ എന്നതിലൊന്നും കാര്യമില്ല. നിങ്ങൾ ഈ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാലും അതും എൻ്റെ ചാനലിന് റീച്ച് ആണടോ, അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും പാവം കുട്ടി കാണിക്കുന്ന ഈ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ കണ്ണിൽ കുരുവാണ്. നമ്മൾ എന്തെങ്കിലും എടുത്തു വെച്ച് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കയറി കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നില്ല. എന്തായാലും പാവം പിടിച്ച കുട്ടിയെ നമ്മൾ വന്നിട്ട് തെറിയൊന്നും വിളിക്കുന്നില്ലല്ലോ. നമുക്ക് പറയാനുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ തുറന്ന് പറയുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയെങ്കിലും ആശ്വസിക്കുക. ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.